പല നടീനടന്മാരും മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളെ കണ്ടുകൊണ്ടാണ് തങ്ങളുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എത്താറുണ്ട്. അവരുടെയൊക്കെ ഫേവറേറ്റ് താരങ്ങളും ഇവരൊക്കെ തന്നെയായിരിക്കും. കൂടാതെ അവരെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് തന്നെയായിരിക്കും അവരൊക്കെ സിനിമയിൽ എത്തുക. അവരുടെ അഭിനയം കണ്ട് പഠിച്ച ആൾക്കാർ വരെ സിനിമാ മേഖലയിൽ ഉണ്ട്. കൂടാതെ പല പ്രമുഖരും പറഞ്ഞിരുന്നു സിനിമാ ക്ലാസ്സുകൾക്ക് മോഹൻലാലിന്റെ ഒക്കെ അഭിനയം പഠിപ്പിക്കാറുള്ള കാര്യങ്ങൾ പോലും. മോഹൻലാലിന്റെ ഇന്ന സിനിമകളൊക്കെ ഒരു സ്റ്റഡി മെറ്റീരിയലായി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് ഇടവെക്കാറുമുണ്ട്. തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മോഹൻലാൽ എന്ന എനർജിയാണ് എന്നാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പറയുന്നത്. കുട്ടിക്കാലത്ത് തിയേറ്ററിൽ ചെന്ന് സിനിമകൾ കാണുമ്പോൾ ലാലേട്ടന്റെ കളിയും ചിരിയും കുറുമ്പുമാണ് കുട്ടികളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിച്ചത് എന്നും അദ്ദേഹം അന്ന് അഭിനയിച്ചിരുന്ന വേഷങ്ങൾ അത്തരത്തിൽ ഉള്ളതായിരുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട്. മമ്മൂട്ടി അന്ന് അഭിനയിച്ചിരുന്നതെല്ലാം പക്വത നിറഞ്ഞ കഥാപാത്രങ്ങൾ ആയിരുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. ഷൈനിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ചിട്ടുള്ളത് മോഹൻലാൽ എന്ന നടന്റെ കളിയും ചിരിയും ഇടികളുമൊക്കെയാണ്. 1983 ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 86 മുതലൊക്കെ ഞാൻ സിനിമകൾ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് തിയേറ്ററിൽ പോയിട്ടാണ് സിനിമകൾ കാണുക. അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകുമ്പോൾ ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ പടം കാണുമ്പോൾ വേറെ എവിടെയും ശ്രദ്ധിക്കേണ്ടി വരാറില്ല. അതിൽ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടത് മോഹൻലാൽ എന്ന എനർജിയിലാണ്. അദ്ദേഹം കാണിക്കുന്നത് പെട്ടെന്ന് കുട്ടികൾ ഇഷ്ടപ്പെടുമല്ലോ. അയാളുടെ തലകുത്തിമറിയലും കുറുമ്പുമെല്ലാം പെട്ടെന്ന് കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കും. എല്ലാം ഒതുക്കി നിന്ന് പക്വതയോടെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെത്. മമ്മൂക്ക അന്ന് കൂടുതലും കുടുംബനാഥൻ വേഷങ്ങളും സീരിയസ് വേഷങ്ങളുമാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് നേടിയത് ലാലേട്ടനായിരുന്നു. ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇത് ശരിവെച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഹൻലാൽ എന്ന നടനെ ഇത്ര വലിയൊരു ഫാൻ ബേസ് ഉണ്ടായതും എന്നും അവർ പറയുകയാണ്.